ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു വളരെ സൂപ്പർ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. മുളക് മുട്ട എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ച ഒരു സംഭവമാണ്. പ്രാക്ടിക്കൽ കുക്കിംഗ് എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ആ സമയത്ത് പഠിച്ച ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്രാക്ടിക്കൽ കുക്കിംഗ് കോഴ്സിന്റെ ഫസ്റ്റ് സെമിസ്റ്ററിൽ വരുന്ന ഒരു സംഭവമാണ് ഇത്. മുളക് മുട്ട എന്ന് പറയുന്ന ഒരു സംഭവം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 വലിയ സവോള ഇങ്ങനെ നീളത്തിൽ മുറിച്ച് വെക്കുക. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ നുറുക്കി വെക്കുക. 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി നുറുക്കി വെക്കുക. കുറച്ച് കറിവേപ്പില. ഓക്കെ, ഇത്ര മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. തക്കാളി ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഒരു കറി എന്ന് പറയുന്നത് ചപ്പാത്തി, ഇടിയാപ്പം, ആപ്പം ഇതിൻ്റെയൊക്കെ കൂടെ സൂപ്പർ സംഭവമാണ്. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവം. അതുകൊണ്ടാണ് ഇതിനെ പ്രാക്ടിക്കൽ കുക്കിംഗ് കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ എടുക്കാൻ കാരണം. ഒരുപാട് വേറെ വല്ല കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാനിത് എടുക്കാൻ കാരണം. അപ്പൊ അതിൽ വരുന്ന ഒരു സംഭവമാണ് ഇത്. ഓക്കെ, അപ്പൊ ചെയ്യാം. അപ്പോൾ 4 സ്പൂണ് വെളിച്ചെണ്ണ, അതിലേക്ക് 1 സ്പൂണ് കടുക്, 2 വറ്റൽമുളക്, ഈ കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി, ഇതങ്ങോട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് മൂക്കണ സമയത്ത് ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട, കംപ്ലീറ്റ് സവാള ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടാവണം. അയ്യോ, സവാള പോയടാ. എടുക്കാൻ കിട്ടുമോ? കിട്ടില്ല, എടുക്കാത്തുള്ളൂ. ഇതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാട്ടോ ഈ കറി. വളരെ സിമ്പിളുമാണ്. ഞാനിപ്പോൾ ഒരു 6 മുട്ടയ്ക്കാണ് ചെയ്യുന്നത്. ചെയ്ത് നോക്കൂത്തോളൂ, എന്തായാലും ഇഷ്ടമാവും. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കറികളല്ലേ. ഇത് കാണണു, ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഉണ്ടാക്കണു, കഴിഞ്ഞു. അല്ലാണ്ട് ഇത് വാങ്ങിക്കൂ, അത് വാങ്ങിക്കൂ, അത് പോയിട്ട് നമുക്ക് ഇന്നത് ചെയ്തിട്ട്, അങ്ങനത്തെ റെസിപ്പീസൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് അതിനു വേണ്ടി ഒരുങ്ങി അതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എന്നും എത്തി വരണ്ടേ? ഇതൊക്കെയല്ലേ നമുക്ക് എന്നും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതേമാതിരി ഒരുപാട് താങ്ക്സ് ഉണ്ടിട്ടുള്ളൂ. ഒരുപാട് പേരുടെ മെസ്സേജസ് വന്നു. മുരിങ്ങക്കായ കറി കഴിച്ചിട്ട് വീട്ടിൽ അടി ഉണ്ടായി, ചോറ് തികഞ്ഞില്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിവലിയൊക്കെ ആയിരുന്നു. കേട്ടിട്ട് എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാം. ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഉണ്ടാക്കിയ ദിവസം ഞാൻ വേറെ ചോറ് മാറ്റി വെക്കാണ്. എന്തായാലും ഉറപ്പായിട്ട് അടി ഉണ്ടാവുമെന്ന് എനിക്കറിയേ. ഇതൊന്നായി കിടന്നാവട്ടെ, എന്നിട്ട് ബാക്കി. ലേശം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഒരു വലിയ സ്പൂണിന് 2 സ്പൂൺ, മുളക് മുട്ടയുണ്ട്, പിന്നെ ഗരം മസാല അത് 1 സ്പൂൺ. ഇനി ഇത് ഇളക്കുക. മുളക് പൊടിയുടെ പച്ച മണമെന്ന് പോകണം. നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മുളക് പൊടിയുടെ ഈ പച്ചമണവും
ആ ഒരു രീതിയിൽ ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ, കട്ടിക്കുള്ള തേങ്ങാപ്പാൽ എടുത്തോളൂ. അത് ഒരു 2 കപ്പോളം വേണം. ബിക്കോസ് നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേജസിലാണ് ഒഴിക്കുക. 1 കപ്പ് ഇപ്പോൾ ഒഴിക്കുക. എന്നിട്ട് ഇത് അതിൽ കിടന്നിട്ട് തിളക്കട്ടെ. എന്നിട്ട് ഇത് വറ്റും. വറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ച് വെള്ളമാക്കി കറി, എന്നിട്ട് മുട്ടയിടാം. ഓക്കെ, വേവിച്ച മുട്ട കേട്ടുള്ളൂ. പിന്നെ ഇത് കിടന്ന് നന്നായിട്ട് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് ആവട്ടെ. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പുണ്ട്, ആ മുളക് പൊടിയുടെ മണമുണ്ട്, ആ പച്ചച്ചോവയുണ്ട്. ഇനി ഇത് ആവുമ്പോൾ അത് കറക്റ്റായിട്ട് മാറിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് കിടന്നായിക്കോട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടായിട്ടുണ്ട്. ഇതിലേക്ക് ലേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി വെള്ളത്തിൽ ഓഹോ തെറിപ്പിച്ചു. ഇനി വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് കുറുകട്ടെ. അപ്പോൾ ആദ്യത്തേത് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു, എന്നിട്ട് കുറുകാൻ വിട്ടു, എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനിയിപ്പോൾ 1/4 ഗ്ലാസോളം അല്ല 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു. ഇനി ഇത് തിളയ്ക്കാൻ വിടാം. ഓക്കെ, ഇനി ഇത് എണ്ണയൊക്കെ തെളിയട്ടെ. ഇത് നോക്കൂ, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചോയ്സ് നിങ്ങളുടെയാണ്. വേണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ മുട്ടയിട്ടിട്ട് അടച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ല, ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ച് നീട്ടി നിവർന്നൊക്കെ വെക്കണം, കറി എല്ലാവർക്കും തികയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ല തേങ്ങാപ്പാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെ ഇനി പോവാം കേട്ടോ. അപ്പം ഇത് ഇത്രത്തോളം ആയില്ലേ. ഇനി ബാക്കിയുള്ള കട്ടിക്കുള്ള തേങ്ങാപ്പാൽ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ടോട്ടലി 2 ഗ്ലാസ് തേങ്ങാപ്പാൽ കട്ടിക്കുള്ളത് എടുക്കണം. ആദ്യത്തെ പ്രാവശ്യം ഒഴിക്കണു, പിന്നെ വെള്ളം ഒഴിക്കണു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ഒഴിക്കണത്. ഒരുപാട് മുണുമുണവുന്നുണ്ട്, കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് നാച്ചുറലായിട്ടുള്ള രീതിയിൽ എടുക്കുന്ന തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മണമുണത്തര ഉണ്ടാവില്ല. ഇതിപ്പോൾ ടിന്നായതുകൊണ്ടാണ്. നോക്കട്ടെ. ലതിക ടീച്ചറെ അനുഗ്രഹിച്ചാലും എൻ്റെ ഇഷ്ടപ്പെട്ട ടീച്ചറായിരുന്നു ലതിക. അവരാണ് പ്രാക്ടിക്കൽ കുക്കിംഗ് കോഴ്സിൻ്റെ എഗ് ഡിഷസ് പറഞ്ഞു തരാൻ വരാം. ഇനി എനിക്ക് കുറച്ചും കൂടി വെള്ളം വേണം. ഇത് ഭയങ്കര കട്ടിന്ന്. നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചോളൂ കേട്ടോ. ഇത് ഓക്കെയാണ്. മുളക് മുട്ട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ച്? റെഡ് കളറിൽ ഉണ്ടാവുന്നല്ലേ? അല്ലല്ല, അവിടെയാണ് നമ്മൾ ട്വിസ്റ്റ്. പെർഫെക്റ്റ്. ഇനി ഓപ്ഷൻ, എരിവ് വേണമെങ്കിൽ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാം. യൂഷ്വലി പഞ്ചസാര ഇടും, അപ്പോൾ ഒന്ന് ബാലൻസ് ആയി കിട്ടാനാണ്. ഈ കാര്യത്തിൽ ഇതിൽ പഞ്ചസാര ഇടാൻ എൻ്റെ വീട്ടിൽ സമ്മതിക്കൂട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സാധനത്തിൽ അപ്പോൾ ലാസ്റ്റിൽ ഒന്നും കൂടി അത്രയുള്ളൂ.
സൂപ്പർ. ഇനി മുട്ട. നമുക്ക് കഴിക്കാവുന്നതാണ്, ആരും ഒന്നും പറയില്ല. എനിക്കെന്തിഷ്ട? എന്താ ഇഷ്ടമല്ലാത്ത? എന്തെങ്കിലും ഇപ്പം ഉണ്ടാക്കിയത് ഇഷ്ടമല്ല എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ? അതാണ് ഞാൻ. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ എന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങിയോ ആ സമയത്ത് ആണ് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുക. യുനോ, നമ്മൾ ചിലവർക്കുണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടമല്ല എന്ന് പറയുന്നത്. എനിക്ക് സദ്യ വെച്ചാൽ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. എനിക്ക് സദ്യ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അതല്ലാത്ത പക്ഷം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് തന്നെ ഇഷ്ടാവുന്ന ദിവസം നിങ്ങൾക്ക് തീരുമാനിക്കാം that you have become a good cook എന്നുള്ളത്. ഇതാ ലാസ്റ്റ് നോക്കൽ ഫിനിഷ്. കുറച്ച് കറിവേപ്പില ഇടണം, പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മൾ റെഡി ടു ഗോ. എനിക്കിന്ന് ആപ്പമാണ്. കറിവേപ്പിലകളിൽ ഇടുക, ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ. That's it baby. Finish. ഒരു സൂപ്പർ ആയിട്ടുള്ള കറി റെഡി. ചോറ്, ഇടിയപ്പം, ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, പൊറോട്ട, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും അടിപൊളി കറിയാണ്. ഓക്കെ, വെറുതെ നക്കുന്ന പണി. ആവോ, സൂപ്പറായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുളക് മുട്ട റെഡിയായി കഴിഞ്ഞു. ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വിനീസ് കിച്ചൺ ഡെഫിനറ്റ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലത്തെ റെസിപ്പീസ് ഡെയിലി നിങ്ങൾക്ക് കാണാം. എവറി ഡേ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.